നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. കൂട്ടായ പ്രവർത്തനത്തിൽ ഓരോരുത്തരുടെയും പങ്ക് നിർണായകമാണ്. എന്നാലേ പൂർണ്ണത കൈവരൂ. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. രാജാവ് വർഷത്തിൽ ഒരിക്കലാണ് ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ പോവുക. ഓരോ ഗ്രാമത്തിലുള്ളവർ രാജാവ് വരുമ്പോൾ അതിവിശിഷ്ടമായ വീഞ്ഞ് നൽകും. ഏറ്റവും നല്ല വീഞ്ഞ് നൽകുന്നവർക്ക് രാജാവ് ധാരാളം സമ്മാനങ്ങളും നൽകും. അങ്ങനെ രാജാവിന്റെ എഴുന്നള്ളത്തിനുള്ള സമയമാകാറായി. ഗ്രാമത്തിലുള്ള ഓരോ കുടുംബവും വലിയ വീപ്പയിലേക്ക് തങ്ങളുടെ വീഞ്ഞൊഴിച്ചു. പക്ഷേ ഒരു കുടുംബം മാത്രം വീഞ്ഞിന് പകരം വെള്ളമാണ് ഒഴിച്ചത്. അതിനെ അവർ ന്യായീകരിച്ചത് ഇങ്ങനെയാണ്: എല്ലാവരും വീഞ്ഞൊഴിക്കുമ്പോൾ തങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. വീഞ്ഞുണ്ടാക്കാൻ ധാരാളം പണവും സമയവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീഞ്ഞിന് പകരം വെള്ളം ഒഴിക്കാം. രാജാവ് വന്നെത്തി. വീപ്പയിൽ നിന്നും അദ്ദേഹം വീഞ്ഞെടുത്ത് രുചിച്ചു. വീഞ്ഞിന് വെള്ളത്തിന്റെ രുചി. അദ്ദേഹം ഇത് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും തല കുനിഞ്ഞു. കാരണം ആ ഒരു കുടുംബം ചിന്തിച്ചതുപോലെ തന്നെയാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം ചിന്തിച്ചത്. എല്ലാവരും വീഞ്ഞിന് പകരം വെള്ളമായിരുന്നു നിറച്ചത്. എല്ലാവരുടെയും പങ്ക് നിസ്സാരമാണെന്ന് എല്ലാവരും കരുതി. ഒരുമിച്ച് നിന്ന് നേടിയെടുക്കേണ്ട ബഹുമാനത്തെ നിസ്സാരമാക്കി കളഞ്ഞു. ചില കാര്യങ്ങൾ കൂട്ടായി ചെയ്യുമ്പോൾ എല്ലാവരും മുമ്പിലുണ്ട്, അതുകൊണ്ട് താൻ അല്പം പുറകോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ആ കൂട്ടായ പ്രവർത്തനത്തിൽ തനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില വിടവുകളുണ്ട്. ആ വിടവുകളെ പൂർത്തീകരിക്കുക തന്നെ വേണം. അപ്പോഴേ പൂർണ്ണത കൈവരും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.